ഹലോ ഡിയേഴ്സ്, 4ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ 7ാമത്തെ യൂണിറ്റ് പെരുക്കൽ പെരുമ ഈ പാഠത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, മേധയുടെ കണക്ക് പെട്ടി. മേധ തയ്യാറാക്കിയ കണക്ക് പെട്ടിയിലെ ടോക്കൺ ബോർഡ് നോക്കൂ. ഇവിടെ നിങ്ങൾ ടോക്കൺ ബോർഡ് നോക്കുക. ടോക്കൺ ബോർഡ് നോക്കി പട്ടിക പൂർത്തിയാക്കൂ. വരികൾ 1, 2, 3 വരികളാണുള്ളത് അല്ലേ? 1, 2, 3. ഇനി ഒന്നാമത്തെ വരിയിൽ എത്രയാണുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ? ഇനി രണ്ടാമത്തെ വരിയിൽ എത്ര തന്നെയാണ്? 8 തന്നെയാണ്. നിങ്ങൾ എണ്ണി നോക്കുക, 8. ഇനി മൂന്നാമത്തെ വരിയിൽ എത്രയാണ്? 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ? 8. ആകെ എത്ര വരികളുണ്ട്? ഇതാണ് ഒരു വരി, 2 വരി, 3 വരികളാണ് അല്ലേ? ഇനി ഒരു വരിയിൽ എത്ര എണ്ണമുള്ളത്? നമ്മൾ എണ്ണി നോക്കിയതാണ്, 8 ആണല്ലേ? അപ്പോൾ 8 ടോക്കൺ വീതമുള്ള 3 വരി. എങ്ങനെ എഴുതാം? 3 പ്രാവശ്യം 8 കൂട്ടുക. അതിന് പകരമായിട്ട് നമ്മൾക്ക് എന്ത് എഴുതാം? 3 വരി 3 ഗുണിക്കണം 8 എത്രയാണ്? 24. ഓക്കെ, ഇനി നമുക്ക് മാധവിൻ്റെ കണക്ക് പെട്ടി എങ്ങനെയാണ് നോക്കാം. മാധവ് ടോക്കൺ ബോർഡ് മറ്റൊരു രീതിയിലാണ് വെച്ചത്. ഇതിൽ എത്ര ടോക്കൺ ഉണ്ട്? 8 തവണ 3 കൂട്ടി അല്ലേ? നേരത്തെ നമ്മൾ 3 വരികളിൽ 8 എണ്ണം വീതമാണ് വെച്ചത്. അതായത് 8നെ 3 തവണ കൂട്ടി. ഇവിടെ എന്താണ് ചെയ്തത്? 3നെ 8 തവണ കൂട്ടി അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? നമ്മൾക്ക് വരിയുടെ എണ്ണം ആദ്യം എഴുതുക. എത്രയാണ്? 8 ഗുണിക്കണം 3 എന്ന് എഴുതാം അല്ലേ? മുകളിൽ നമ്മൾ എന്താണ് എഴുതിയത്? 3 ഗുണിക്കണം 8 ആണ് എഴുതിയത്. ഇവിടെ 8 ഗുണിക്കണം 3, അതായത് ഒരു വരി 2, 3, 4, 5, 6, 7, 8 അല്ലേ? അപ്പം 8 വരികളുണ്ട്. ഒരു വരിയിൽ 3 ആണുള്ളത്. അതിനെ എങ്ങനെ എഴുതാം? 8 ഗുണിക്കണം 3, അതായത് 8 ടോക്കൺ വീതം 3 വരി. 3 ടോക്കൺ വീതം 8 വരി. 3 തവണ 8, 3 ഗുണിക്കണം 8 എത്രയാണ്? 24. 8 തവണ 3, 8 ഗുണിക്കണം 3 എത്ര തന്നെയാണ്? 24 തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? 3 തവണ 8ഉം 8 തവണ 3ഉം എന്ത് തന്നെയാണ്? 24 തന്നെയാണ് കിട്ടുക. അതായത് 3 ഗുണിക്കണം 8 എന്ന് എഴുതിയാലും 8 ഗുണിക്കണം 3 എന്ന് എഴുതിയാലും ഉത്തരം എത്ര തന്നെയാണ്? 24 തന്നെയായിരിക്കും. ഓക്കെ, ഇനി CU 24 ടോക്കൺ മറ്റൊരു രീതിയിൽ വെച്ച് നോക്കൂ. എങ്ങനെയാണ്? 8 എണ്ണം 3 ബോക്സുകളിലായി വെച്ചു അല്ലേ? അതായത് 3 ഗുണിക്കണം 8 തന്നെയാണ്. ഒരു ബോക്സിൽ എന്താണ്? 2 വരികൾ അല്ലേ? 2 വരികളാണുള്ളത്. ഒരു വരിയിൽ 4 എണ്ണമുണ്ട്. അതാണ് ഇങ്ങനെ എഴുതിയത്. 3 ഗുണിക്കണം 8 എങ്ങനെ എഴുതി? 3 ബോക്സ്, ഒരു ബോക്സിൽ 2 വരി, അതിൽ ഒരു വരിയിൽ 4 എണ്ണം അല്ലേ? അപ്പോൾ 3 ഗുണിക്കണം 2 ഗുണിക്കണം 4. ഇനി നെക്സ്റ്റ് എന്താണ്? 24 ടോക്കൺ എങ്ങനെ വെച്ചു? 6 വരിയായിട്ട് വെച്ചല്ലേ? ഒരു വരിയിൽ 4 എണ്ണമാണുള്ളത്. അങ്ങനെയുള്ള 6 വരി, അതായത് 4 ഗുണിക്കണം 6ഉം എന്ത് തന്നെയാണ്? 24 തന്നെയാണ്. ഇതെങ്ങനെയും എഴുതാം? 4 ഗുണിക്കണം 6ന് 2 ഗുണിക്കണം 4 ഗുണിക്കണം 3 ആയിട്ട് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി 8 എണ്ണം വീതമുള്ള 4 വരിയാൽ ആകെ എത്ര ടോക്കൺ? 4 തവണ 8 കൂട്ടുക അല്ലേ? 4 തവണ 8 കൂട്ടിയാൽ എത്രയാണ്? 4 ഗുണിക്കണം 8 എന്ന് എഴുതാം. എത്ര കിട്ടുക? 32 ആണ്. ഇതിനെ എങ്ങനെ എഴുതാം? 2 ഗുണിക്കണം 4 ഗുണിക്കണം 4 എന്ന് എഴുതാം അല്ലേ? ഇനി 8 എണ്ണം വീതമുള്ള 6 വരിയാൽ, ഇവിടെ നമ്മൾ 4 വരിയാണ് പറഞ്ഞത്, ഇനിയിപ്പോൾ 6 വരിയാക്കി, അതായത് 2 വരി കൂടി എക്സ്ട്രാ ആഡ് ചെയ്തു അല്ലേ? അപ്പോൾ ആകെ എത്ര ടോക്കൺ ആയിരിക്കും? ഈ 32ൻ്റെ കൂടെ 2 വരിയാണ്. ഒരു വരിയിൽ എത്രയാണുള്ളത്? 8 ആണുള്ളത്. അപ്പോൾ 2 ഗുണിക്കണം 8 എത്രയാണ്? 16 ആണല്ലേ? അപ്പോൾ 32ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 16 കൂടി കൂട്ടുക. അപ്പോൾ 32 കൂട്ടണം 16 എത്രയാണ്? 48 ആണ്. ഇതിനെങ്ങനെ എഴുതാം? 6 ഗുണിക്കണം 8 എന്ന് എഴുതാം. 6 ഗുണിക്കണം 8ന് വീണ്ടും എങ്ങനെ എഴുതാം? 6 ഗുണിക്കണം 2 ഗുണിക്കണം 4 എന്ന് എഴുതാം. എത്രയായിരിക്കും? 48 ആണ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ടോക്കൺ കൊണ്ടൊരു ചതുരം. ശ്രവ്യയുടെ ടോക്കൺ ബോർഡ് നോക്കൂ. ചിത്രത്തിൽ ആകെ എത്ര ടോക്കൺ? 8 ടോക്കൺ വീതം 12 നിരയായിട്ടാണ് ഉള്ളത് അല്ലേ? നേരത്തെ നമ്മൾ വരിയാണ് പഠിച്ചത്. ഒരു നിര എന്നാൽ ഇതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എത്ര നിരയാണുള്ളത്? 12 നിരയാണുള്ളത്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 നിര അല്ലേ? അപ്പോൾ ഈ 12 നിര എന്ത് ചെയ്തു? ഇനി 10ഉം 2ഉം ആക്കി മാറ്റി. 10 നിരയും 2 നിരയും ആക്കി മാറ്റി. ഇവിടെ 10 നിര, ഇനി 2 നിര വേറെ സെപ്പറേറ്റ് ചെയ്തു അല്ലേ? വേറെ ആക്കി മാറ്റി. ഇനി നിങ്ങൾ നോക്കുക, വലിയ ചതുരത്തിലെ ടോക്കൺ എത്ര ഉള്ളത്? ഒരു നിരയിലെ ടോക്കൺ നിര ശ്രദ്ധിക്കുക, താഴോട്ടേക്കാണ്. 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ? അപ്പോൾ 8 ആണ്. നിരകളുടെ എണ്ണം എത്രയാണ്? നിരകളുടെ എണ്ണം എത്ര ഉള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഉണ്ട് അല്ലേ? 10 ആണ്. ആകെ ടോക്കൺ അപ്പോൾ എത്രയായിരിക്കും? 8 ഗുണിക്കണം 10 സമയം എത്രയാണ്? 80 ആയിരിക്കും അല്ലേ? ഇനി നമ്മൾ ചെറിയ ചതുരത്തിലെ ടോക്കൺ നോക്കാം. വലുതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി ചെറുതിൽ എത്രയാണ്? ഒരു നിരയിലെ ടോക്കൺ എത്രയാണ്? 1, 2, 3, 4, 5, 6, 7, 8 തന്നെയാണ്. നിരകളുടെ എണ്ണം എത്ര ഉള്ളത്? 2 ആണുള്ളത് അല്ലേ? അപ്പം എങ്ങനെ എഴുതാം? 8 ഗുണിക്കണം 2 എത്രയാണ്? 16. ഇനി ബോർഡിലെ ആകെ ടോക്കൺ അപ്പം എത്രയാണ്? 10 ഗുണിക്കണം 8 കൂട്ടണം 2 ഗുണിക്കണം 8 അല്ലേ? അതായത് നമ്മൾ മുകളിൽ കണ്ടല്ലോ, ഈ വലിയ ബോക്സിന് എന്ത് ചെയ്തു? നമ്മൾ വലിയ ബോക്സിനെ 2 ചെറിയ ബോക്സുകളാക്കി മാറ്റില്ലേ? ഇത് 10 ഗുണിക്കണം 8, ഇത് 2 ഗുണിക്കണം 8 അല്ലേ?
അപ്പോൾ മൊത്തം എത്രയാണ്? 10 ഗുണിക്കണം 8 80 2 ഗുണിക്കണം 8 16 അപ്പോൾ ടോട്ടൽ 96 കിട്ടി. ഇനി ഇത് ഗുണിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 12 ഗുണിക്കണം 8 എങ്ങനെ നമുക്ക് കാണാം? ഫസ്റ്റിൽ 2നെ 8 കൊണ്ട് ഗുണിച്ചു, എത്ര കിട്ടി? 16 കിട്ടി. ഇനി എന്ത് ചെയ്തു? ഇത് 10 ഈ 10നെ 8 കൊണ്ട് ഗുണിച്ച് എത്ര കിട്ടി? 80 കിട്ടിയല്ലേ? ഇത് രണ്ടും തമ്മിൽ കൂട്ടി അപ്പോൾ 96 കിട്ടി. അപ്പോൾ ഇതിനെയാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അതായത് എന്താണ്? 12 ഗുണിക്കണം 8 കണക്കാക്കാൻ 10നെ 8 കൊണ്ട് ഗുണിച്ച സംഖ്യയും 2നെ 8 കൊണ്ട് ഗുണിച്ച സംഖ്യയും കൂട്ടിയാൽ മതി അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഗുണിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 13നെ 5 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 13നെ എങ്ങനെയാണ് 5 കൊണ്ട് ഗുണിക്കുക? 13 എന്നാൽ എന്താണ്? 10ഉം 3ഉം കൂട്ടിയതാണ് 13 അല്ലേ? അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഒരു ബോക്സ് വരച്ചിട്ട് അവിടെ 10ഉം 3ഉം ആയിട്ട് 13നെ മാറ്റി എഴുതുക. ഇനി 5 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 5 ഇതിൻ്റെ സൈഡിൽ എഴുതുക. ഇനി എന്ത് ചെയ്യുക? ഈ 5നെ 10 കൊണ്ട് ഗുണിക്കുക. എത്രയാണ്? 50 ഇനി 5നെ 3 കൊണ്ട് ഗുണിക്കുക. എത്രയാണ്? 15 ഇനി എന്ത് ചെയ്യുക? 50 കൂട്ടണം 15 എത്രയാണ്? 65. ഓക്കെ. നെക്സ്റ്റ് 23 ഗുണിക്കണം 5 എങ്ങനെയാണ്? 23 എന്നാൽ 20ഉം 3ഉം കൂട്ടിയതാണ് 25. ഇനി ഇതിനെ 5 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ഫസ്റ്റിൽ എന്ത് ചെയ്യുക? 20 ഗുണിക്കണം 5 എത്രയാണ്? 100. ഇനി 5 ഗുണിക്കണം 3 എത്രയാണ്? 15. അപ്പോൾ എത്രയാണ്? 100 കൂട്ടണം 15 115. ഈ രീതിയിൽ 14 ഗുണിക്കണം 6 24 ഗുണിക്കണം 3 എന്നിവ ചെയ്യുക. 14 ഗുണിക്കണം 6 എങ്ങനെ കാണാം? ഫസ്റ്റ് നിങ്ങളൊരു ബോക്സ് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 14നെ എങ്ങനെ മാറ്റി എഴുതാം? 10ഉം 4ഉം ആയിട്ട് എഴുതാം അല്ലേ? ഇനി ഏത് കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 6 കൊണ്ടല്ലേ? ഇനി എന്ത് ചെയ്യാം? 6 ഗുണിക്കണം 10 6 ഗുണിക്കണം 10 സമയം എത്രയാണ്? 6 ഗുണിക്കണം 10 സമം 60. ഇനി എന്താണ്? 6 ഗുണിക്കണം 4 സമം എത്രയാണ്? 24 അല്ലേ? ഇനി എന്ത് ചെയ്യുക? 60 കൂട്ടണം 24 സമം എത്രയാണ്? 84. ഓക്കെ. നെക്സ്റ്റ് 24 ഗുണിക്കണം 3 എങ്ങനെയാണ് കാണുന്നത് നോക്കാം. ഫസ്റ്റിലൊരു ബോക്സ് വരയ്ക്കുക. ഇതുപോലെ ഒരു ബോക്സ് വരയ്ക്കുക. ഇനി 24നെ എങ്ങനെ മാറ്റി എഴുതാം? 20 4 എന്ന് മാറ്റി എഴുതാം. ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്? 3 കൊണ്ടല്ലേ? അപ്പം 3. അപ്പോൾ എന്ത് എഴുതാം? 20 ഗുണിക്കണം 3 സമം എത്രയാണ്? 60. ഇനി 3 ഗുണിക്കണം 4 സമം എത്രയാണ്? 12. ഇനി എന്ത് ചെയ്യുക? 60 കൂട്ടണം 12 സമം എത്രയാണ്? 72. ഓക്കെ. ഇനി നമുക്ക് ഇതേ രീതിയിൽ ഗുണിച്ച് നോക്കാം. 18 ഗുണിക്കണം 5 എങ്ങനെ കാണാം? 18നെ 10ഉം 8ഉം ആയിട്ട് എഴുതി അല്ലേ? 10 ഗുണിക്കണം 5 ആദ്യം കണ്ടു. അതിനോട് 8 ഗുണിക്കണം 5 കൂട്ടി. 50 കൂട്ടണം 40 90 കിട്ടി. ഇനി 16 ഗുണിക്കണം 5 16നെ എങ്ങനെ എഴുതാം? 10ഉം 6ഉം എഴുതാം അല്ലേ? ഫസ്റ്റിൽ 10 ഗുണിക്കണം 5 കൂട്ടണം 6 ഗുണിക്കണം 5 10 ഗുണിക്കണം 5 50 കൂട്ടണം 30 സമം 80. ഇനി 13 ഗുണിക്കണം എത്രയാണ് വേണ്ടത്? ഇവിടെ 2 ഗുണിക്കുന്നത് 3നെ കൊണ്ടാണ്. അപ്പോൾ 13 ഗുണിക്കണം 3 10 ഗുണിക്കണം 3 കൂട്ടണം 3 ഗുണിക്കണം 3 അപ്പം എത്രയാണ്? 30 കൂട്ടണം 9 സമം 39. ഇനി ഡാഷ് ഗുണിക്കണം 4 അല്ലേ? അപ്പോൾ എത്രയാണ് ഉള്ളത്? 10ഉം 3 ഇവിടെ ഉള്ളത് 13 അല്ലേ? അപ്പോൾ 13 ഗുണിക്കണം 4 വേണ്ടത്. എത്രയാണ്? 10 ഗുണിക്കണം 4 40 കൂട്ടണം 3 ഗുണിക്കണം 4 12 സമം എത്രയാണ്? 52. നെക്സ്റ്റ് എത്രയാണ്? ഇവിടെ 2ഉം ഡാഷ് ഇട്ടിട്ടാണുള്ളത്. 10ഉം 3 ഇവിടെ ഉള്ളത് അല്ലേ? 10ഉം 3 അപ്പോൾ എത്രയാണ്? 13 ഗുണിക്കണം 7 ഇവിടെ വേണ്ടത് അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 70 കൂട്ടണം 21 91. ഇനി 15നെ 30 കൊണ്ട് ഗുണിക്കാം. 15 ഗുണിക്കണം 30 അല്ലേ? അപ്പോൾ 15നെ 10ഉം 5ഉം എന്ന് എഴുതി. 10 ഗുണിക്കണം 30 300. 5 ഗുണിക്കണം 30 150. 300 കൂട്ടണം 150 450. ഇനി മറ്റേതെങ്കിലും വഴിയുണ്ടോ? ഫസ്റ്റിൽ എന്ത് ചെയ്തു? 15 ഗുണിക്കണം 30 നമ്മൾക്ക് കാണേണ്ടത് അല്ലേ? അപ്പോൾ ഫസ്റ്റിൽ എന്ത് ചെയ്തു? 15നെ 3 കൊണ്ട് ഗുണിച്ചു 45 കിട്ടി. ഇനി 15നെ 30 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു? ഇനി ഇവിടെ ഒരു 10 കൂടി ബാക്കിയുണ്ട് അല്ലേ? അപ്പോൾ ഇതിനെ 10 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 450 കിട്ടി. അങ്ങനെയാണെങ്കിൽ 40 ഗുണിക്കണം 30 നമ്മൾക്ക് എങ്ങനെ കാണാം? ഫസ്റ്റിൽ 4 ഗുണിക്കണം 3 കാണുക 12 കിട്ടി. ഇനി എന്തുണ്ട് ഇവിടെ? ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട് അല്ലേ? 10 ഗുണിക്കണം 10 എത്രയാണ്? 100. അപ്പോൾ 40 ഗുണിക്കണം 30 എത്രയായിരിക്കും? ഈ 12ൻ്റെ കൂടെ 2 0 കൂടി ഇട്ട് കൊടുക്കുക അല്ലേ? 1200. ഇനി 70 ഗുണിക്കണം 70 എത്രയായിരിക്കും? 7 ഗുണിക്കണം 7 49. ഇനി എന്തുണ്ട് ഇവിടെ? ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 0 കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു 10 കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ 2 10 10 ഗുണിക്കണം 10 എത്രയാണ്? 100. അപ്പോൾ 70 ഗുണിക്കണം 70 എത്രയായിരിക്കും? ഫസ്റ്റിൽ ഇവിടെ 49 കിട്ടിയല്ലോ. ഈ 49ൻ്റെ കൂടെ 100 കൂടി ഗുണിക്കുക. അപ്പോൾ 2 0 കൂടി ഇട്ട് കൊടുക്കുക. 4900. ഓക്കെ. ഇനി ഇപ്പോൾ മനക്കണക്കായി പറയൂ. 30 ഗുണിക്കണം 3 അല്ലേ? 30 ഗുണിക്കണം 3 എന്ന് പറയുമ്പോൾ 3 ഗുണിക്കണം 3 9. ഇനി എന്തുണ്ട് ഇവിടെ? 30ൻ്റെ ഒരു 0 ഉണ്ട് അല്ലേ? ആ 0 ഇവിടെ ഇട്ട് കൊടുക്കുക. 90 ആൻസർ. ഇനി 60 ഗുണിക്കണം 4 എത്രയായിരിക്കും? 6 ഗുണിക്കണം 4 24. 24ൻ്റെ കൂടെ എന്ത് ചെയ്യുക? 60ൻ്റെ ഒരു 0 ഉണ്ട്, ഇതിൻ്റെ കൂടെ 0 ഇട്ട് കൊടുക്കുക. 240 ആയിരിക്കും. ഇനി 50 ഗുണിക്കണം 3 5 ഗുണിക്കണം 3 എത്രയാണ്? 15.
ഇനി 15 കൂടെ എന്ത് ചെയ്യുക, ഈ 50ൻ്റെ ഒരു 0 ഉണ്ടല്ലേ, ഇതിലൂടെ ഇട്ട് കൊടുക്കുക. 150 ആയിരിക്കും. 40 ഗുണിക്കണം 40 എത്രയായിരിക്കും? 4 ഗുണിക്കണം 4 എത്രയാണ്? 16 ആണ്. ഈ 16ൻ്റെ കൂടെ എന്ത് ചെയ്യുക, 2 0 ഉണ്ട്. 40ൻ്റെ ഒരു 0, ഈ 40ൻ്റെ ഒരു 0, ഈ 2 0 ഇട്ട് കൊടുക്കുക. 1600 ആയിരിക്കും ആൻസർ. ഓക്കെ. നെക്സ്റ്റ്, കളങ്ങൾ പൂരിപ്പിക്കൂ. 24 ടോക്കൺ ഏതെല്ലാം രീതിയിൽ ചതുരമായി ക്രമീകരിക്കാം? അപ്പോൾ ഇവിടെ നമ്മൾക്ക് 24 ടോക്കൺ ക്രമീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 24 എങ്ങനെയാണ് കിട്ടുക? 3 ഗുണിക്കണം 8 24 അതിനെ തിരിച്ചെഴുതാം. 8 ഗുണിക്കണം 3 24 അല്ലേ. ഇനി നമ്മൾക്ക് എന്ത് എഴുതാം? 1 ഗുണിക്കണം 1 സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. 1 ഗുണിക്കണം 24 എത്രയാണ്? 24 അതിന് നമ്മൾക്ക് എങ്ങനെ തിരിച്ചെഴുതാം? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിന്ന് കൊടുക്കാം. 24 ഗുണിക്കണം 1 എന്ത് തന്നെയാണ്? 24 അല്ലേ. ഇനി നെക്സ്റ്റ് എന്ത് കൊടുക്കുക? ഇവിടെ 2 ഗുണിക്കണം 2നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 24? 2 ഗുണിക്കണം 12 അല്ലേ, 24. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കളത്തിൽ എന്ത് എഴുതാം? 12 ഗുണിക്കണം 2 എന്ത് തന്നെയാണ്? 24 അല്ലേ. ഇനി നെക്സ്റ്റ് എന്താണ് എഴുതേണ്ടത്? ഇനി നമ്മൾ 1 ഇവിടെ എഴുതി, 2 എഴുതി, 3 എഴുതി അല്ലേ. ഇനി 4 എഴുതേണ്ടത് അല്ലേ അടുത്ത ബോക്സിൽ. അപ്പോൾ 4 ഗുണിക്കണം 6 24. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കളത്തിൽ എന്ത് കൊടുക്കാം? 6 ഗുണിക്കണം 4 എന്ത് തന്നെയാണ്? 24 അല്ലേ. ഇനി നമുക്ക് ഇവിടെയും 24നെ ക്രമീകരിക്കാം. 3 ഗുണിക്കണം 8 അല്ലേ. 3 ഗുണിക്കണം 8 സമം 3 ഗുണിക്കണം എത്രയാണ്? 8നെ ഇവിടെയുള്ള 8നെ മാറ്റി എഴുതുക. 3 ഗുണിക്കണം 8നെ എന്താക്കി എഴുതാം? 2 ഗുണിക്കണം 4 എന്ന് എഴുതാം അല്ലേ, സമം 24. ഇനി അടുത്തത് 2 ഗുണിക്കണം 12 സമം ഇതിനെങ്ങനെ എഴുതാം? 2 ഗുണിക്കണം 12നെ മാറ്റി എഴുതുക. 12നെ എങ്ങനെ എഴുതാം? 4 ഗുണിക്കണം എത്രയാണ്? 3 12 അല്ലേ, സമം 24. ഇനി 2 ഗുണിക്കണം 12 സമം എന്താണ്? ഡാഷ് ഗുണിക്കണം 6 ഗുണിക്കണം ഡാഷ് ആണുള്ളത് അല്ലേ. അപ്പോൾ 2 തന്നെ ഇവിടെ കൊടുക്കുക. ഇനി 2 ഗുണിക്കണം 6, 6 ഗുണിക്കണം എത്രയാണ്? 12. 6 ഗുണിക്കണം 2 12 അല്ലേ. അപ്പം 6 ഗുണിക്കണം 2 സമം 24 കൊടുക്കുക. ഇനി നെക്സ്റ്റ് 4 ഗുണിക്കണം 6 അല്ലേ. അപ്പോൾ 4 ഗുണിക്കണം 6നെ എങ്ങനെ മാറ്റി എഴുതാം? 2 ഗുണിക്കണം 3 എന്ന് എഴുതാം അല്ലേ, സമം 24. ഇനി 3 ഗുണിക്കണം 12, 3 ഗുണിക്കണം 12നെ എങ്ങനെ എഴുതാം? 3 ഗുണിക്കണം 4 എന്ന് എഴുതാം അല്ലേ. അതായത് 12നെ എങ്ങനെ എഴുതാം? 3 ഗുണിക്കണം 4 എന്ന് എഴുതാം അല്ലേ. 12ന് സമം എത്രയാണ്? 36. ഇനി 3 ഗുണിക്കണം 12നെ എങ്ങനെയും എഴുതാം? 3 ഗുണിക്കണം 12നെ പിന്നെ എങ്ങനെ മാറ്റി എഴുതാം? 2 ഗുണിക്കണം 6 എന്നും എഴുതാം അല്ലേ, സമം എത്രയാണ്? 36. ഓക്കെ. നെക്സ്റ്റ്, പാൽ വിതരണം. അയനിമല സ്കൂളിലെ കുട്ടികൾക്ക് പാൽ കുടിക്കാൻ ആവശ്യമായ ഗ്ലാസ് ഗ്രാമപഞ്ചായത്ത് നൽകി. ഒരു പെട്ടിയിൽ 1/2 ഡസൻ ഗ്ലാസ് ഉണ്ട്. 21 പെട്ടി ഗ്ലാസ്സാണ് കൊടുത്തത്. സ്കൂളിൽ എത്ര ഗ്ലാസ്സാണ് കിട്ടിയത്? അപ്പോൾ എന്താണ് കാണേണ്ടത്? സ്കൂളിൽ എത്ര ഗ്ലാസ്സാണ് കിട്ടിയത് അല്ലേ. 21 പെട്ടി ഗ്ലാസ്സാണ് കൊടുത്തത്. 1/2 ഡസൻ ഗ്ലാസ്സാണ് ഒരു പെട്ടിയിലുള്ളത്. 1/2 ഡസൻ എന്നാൽ 1 ഡസൻ എന്നാൽ 12 എണ്ണമാണ്. അപ്പോൾ 1/2 ഡസൻ എത്ര ആയിരിക്കും? 6 എണ്ണമായിരിക്കും അല്ലേ. അപ്പോൾ 21 പെട്ടി, ഒരു പെട്ടിയിൽ 6 ഉള്ളത്. അപ്പോൾ 21 പെട്ടിയിൽ എത്ര ആയിരിക്കും ഉള്ളത്? 21 ഗുണിക്കണം 6 അല്ലേ. അപ്പോൾ 21 ഗുണിക്കണം 6 നമ്മൾക്ക് എങ്ങനെ കാണാം? 21ന് എന്ത് ചെയ്യാം? 20ഉം 1ഉമായിട്ട് എഴുതാം അല്ലേ. അപ്പോൾ ഫസ്റ്റിൽ 20നെ 6 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വീണ്ടും 1നെയും 6 കൊണ്ട് ഗുണിക്കുക. 2 തമ്മിൽ കൂട്ടുക. 20 ഗുണിക്കണം 6 120 ആണ്. 1 ഗുണിക്കണം 6 6 അല്ലേ. ടോട്ടൽ എത്രയായിരിക്കും? 126 ആണ്. അപ്പോൾ സ്കൂളിൽ എത്ര ഗ്ലാസ്സാണ് കിട്ടിയത്? 126 ഗ്ലാസ് അല്ലേ. ഓക്കെ. നെക്സ്റ്റ്, പുരവനം സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് 1 ഡസൻ ഗ്ലാസ് വീതമുള്ള 9 പെട്ടിയാണ് വിതരണം ചെയ്തത്. ആകെ എത്ര ഗ്ലാസ് കിട്ടി? അപ്പം 9 പെട്ടി അല്ലേ. 1 ഡസൻ, ഒരു പെട്ടിയിൽ 1 ഡസനാണ് ഉള്ളത്. അങ്ങനെയുള്ള 9 പെട്ടി. അപ്പം 9 ഗുണിക്കണം 1 ഡസൻ എന്നാൽ 12 എണ്ണമാണെന്ന് നമ്മൾക്കറിയാം അല്ലേ. അപ്പോൾ 9 ഗുണിക്കണം 12 സമയം എത്രയായിരിക്കും? മനക്കണക്കായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ 9നെ 12 കൊണ്ട് ഗുണിക്കുക അല്ലേ. എങ്ങനെ കാണാം? 9നെ എന്ത് ചെയ്യുക? ഫസ്റ്റിൽ നിങ്ങൾ തിരിച്ചെഴുതുക. വലിയ സംഖ്യ ഫസ്റ്റിൽ എഴുതിയിട്ട് ചെറിയ സംഖ്യ രണ്ടാമതായിട്ട് കൊടുക്കുക. അപ്പോൾ 12 ഗുണിക്കണം 9 എന്ന് എഴുതാം അല്ലേ. 12നെ 9 കൊണ്ട് എങ്ങനെ ഗുണിക്കാം? 10നെ ആദ്യം 9 കൊണ്ട് ഗുണിക്കുക. 90 ആണ്. പിന്നെ എന്ത് ചെയ്യുക? ബാക്കിയുള്ള 2 ഉണ്ടല്ലോ, 2നെയും 9 കൊണ്ട് ഗുണിക്കുക. എത്രയാണ്? 18 ആണ്. 90 കൂട്ടണം 18 എത്രയാണ്? 8 108 ആണല്ലേ. അപ്പോൾ എത്ര ഗ്ലാസ്സാണ്? 108 ഗ്ലാസ്സാണ് കിട്ടിയത് അല്ലേ. ഓക്കെ. നെക്സ്റ്റ്, പസിൽ കോർണർ. ഒരു സംഖ്യയെ 8 കൊണ്ട് ഗുണിച്ചാൽ 120 കിട്ടും. ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയെ 8 കൊണ്ട് ഗുണിച്ചാൽ എത്ര കൂടും? അപ്പം ഏതൊരു സംഖ്യ 8 കൊണ്ട് ഗുണിച്ചപ്പോഴേ നമ്മൾക്ക് 120 കിട്ടി. അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താണ് ചെയ്യുക? ശരിക്കും 8 തന്നെയാണ് കൂടുക അല്ലേ. അതായത് ഈ ഗുണിക്കുന്ന സംഖ്യ തന്നെയാണ് കൂടുക. അപ്പോൾ എത്രയാണ് കൂടുക? 8 തന്നെയാണ് കൂടുക. നെക്സ്റ്റ്, നമുക്ക് വേണമെങ്കിൽ ഇത് നോക്കാം. 15നെ 8 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എത്ര കിട്ടുക? 120 കിട്ടുക. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത സംഖ്യ 16 ആണ് അല്ലേ. 16നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ്? 128 ആണ്. അപ്പോൾ എത്രയാണ് കൂടുന്നത്? 8 തന്നെയാണ് കൂടുന്നത്. ഓക്കെ.
നെക്സ്റ്റ് ഒരു സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചാൽ 4172 കിട്ടും. ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? എന്ത് ചെയ്യുക? ഈ 4172ൻ്റെ കൂടെ 4 കൂട്ടുക. അപ്പോൾ എത്രയാണ്? 4172 കൂട്ടണം 4 എത്രയാണ്? 4176. ഓക്കെ. നെക്സ്റ്റ് ഒരു സംഖ്യ 7 കൊണ്ട് ഗുണിച്ചാൽ 238 കിട്ടും. ആ സംഖ്യയുടെ തൊട്ട് മുമ്പുള്ള സംഖ്യ 7 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? എന്ത് ചെയ്യുക? ഈ 238ൽ നിന്ന് 7 കുറക്കണം. 7 = 231. അതായത് ഈ ഗുണിക്കുന്ന സംഖ്യ തന്നെയാണ് കുറയുന്നത്. 7 കൊണ്ടാണ് ഗുണിക്കുന്നത്. ആ ഗുണിക്കുന്ന സംഖ്യ തന്നെയാണ് തൊട്ട് മുമ്പുള്ള സംഖ്യ കാണാൻ വേണ്ടി ഈ സംഖ്യയിൽ 238ൽ നിന്ന് ഈ ഗുണിക്കുന്ന സംഖ്യ തന്നെ കുറയും അല്ലേ? ഓക്കെ. നെക്സ്റ്റ് മിത്രയുടെ സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് പുതിയ ഡെസ്കും കസേരയും എത്തിച്ചു. ഒരു ഡെസ്കിന് 4 കസേര വീതമാണ് കൊടുത്തത്. ഓരോ ക്ലാസ്സിനും കൊടുത്ത ഡെസ്കിന്റെ എണ്ണം ചുവടെ എഴുതിയിരിക്കുന്നു. ആകെ എത്ര ഡെസ്കും കസേരയുമാണ് കൊടുത്തത്? അപ്പോൾ 1ാം ക്ലാസ്സിന് 8 ഡെസ്ക് കൊടുത്തു, 2ാം ക്ലാസ്സിന് 7 ഡെസ്ക്, 3ാം ക്ലാസ്സിന് 9 ഡെസ്ക്, 4ാം ക്ലാസ്സിന് 5 ഡെസ്കാണ് കൊടുത്തത്. അപ്പോൾ ആകെ എത്ര ഡെസ്ക് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ഇതൊക്കെ കൂട്ടുക. 8 കൂട്ടണം 7 കൂട്ടണം 9 കൂട്ടണം 5 എത്രയാണ് കിട്ടുക? നിങ്ങൾ കൂട്ടി നോക്കുക. 29 കിട്ടുക. അപ്പോൾ ഡെസ്കുകൾ എത്രയാണ്? 29 എണ്ണമാണ്. ഇനി കസേര എത്രയായിരിക്കും? ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, 4 കസേര. ഒരു ഡെസ്കിന് 4 കസേരയാണ് കൊടുത്തത്. അപ്പോൾ 29 ഡെസ്കിന് എത്ര കസേര ആയിരിക്കും? 29 ഗുണിക്കണം 4 അല്ലേ? 29 നമ്മൾക്ക് എങ്ങനെ 4 കൊണ്ട് ഗുണിക്കാം? ഈ 29ന് എന്ത് ചെയ്യാം? 20ഉം 9ഉം ആക്കി മാറ്റാം അല്ലേ? 20 9. ഇനി 20നെ 4 കൊണ്ട് ആദ്യം ഗുണിക്കുക, 9നെയും 4 കൊണ്ട് ഗുണിക്കുക. 20 ഗുണിക്കണം 4 എത്രയാണ്? 80. 9 ഗുണിക്കണം 4 36. 2 തമ്മിൽ കൂട്ടുക. എത്രയാണ് കിട്ടുക? 6 116 കിട്ടുക അല്ലേ? അപ്പോൾ കസേരകൾ എത്രയാണ്? 29 ഗുണിക്കണം 4 നമുക്ക് 116 കിട്ടിയല്ലേ? 116 കസേരയാണ് ഉള്ളത്. ഓക്കെ. ഇനി ഒരു ഡെസ്കിന് പിറകിൽ 5 കസേര വീതം നിരത്താൻ എത്ര കസേര വേണ്ടിവരും? നമ്മൾ നേരത്തെ 4 കസേരയാണല്ലേ, ഒരു ഡെസ്കിന് 4 കസേരയാണ് കണ്ടത്. ഇവിടെ ഒരു ഡെസ്കിന് 5 കസേരയാണ്. അപ്പോൾ എത്ര ഡെസ്കാണ് ടോട്ടൽ ഉള്ളത്? 29 ഡെസ്കാണുള്ളത് അല്ലേ? അപ്പം 29ന് എന്ത് ചെയ്യുക? ഈ 5 കസേരയാണല്ലോ ഒരു ഡെസ്കിന്. അപ്പോൾ 29നെ 5 കൊണ്ട് ഗുണിക്കുക. എത്രയാണ്? 29നെ എങ്ങനെ 5 കൊണ്ട് ഗുണിക്കുക? 29നെ 20ഉം 9ഉം ആക്കി എഴുതാം. ഫസ്റ്റിൽ 20നെ 5 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 9നെയും 5 കൊണ്ട് ഗുണിക്കുക. 20 ഗുണിക്കണം 5 എത്രയാണ്? 100 ആണല്ലേ? 9 ഗുണിക്കണം 5 45. അപ്പം 100 കൂട്ടണം 45 എത്രയാണ്? 145. അപ്പോൾ എത്ര കസേര വേണ്ടി വരും? 145 കസേര വേണ്ടി വരും. ഓക്കെ. നെക്സ്റ്റ് പാറ്റേൺ തുടരൂ. സംഖ്യാബന്ധം കണ്ടുപിടിക്കും. 1 ഗുണിക്കണം 9 കൂട്ടണം 1 = 10. 2 ഗുണിക്കണം 9 കൂട്ടണം 2 = 20. 3 ഗുണിക്കണം 9 കൂട്ടണം 3 = 30. 4 ഗുണിക്കണം 9 കൂട്ടണം 4 = 40 ആയിരിക്കും. 5 ഗുണിക്കണം 9 കൂട്ടണം 5 = 50. 6 ഗുണിക്കണം 9 കൂട്ടണം 6 = 60. 7 ഗുണിക്കണം 9 കൂട്ടണം 7 = 70. 8 ഗുണിക്കണം 9 കൂട്ടണം 8 = 80. 9 ഗുണിക്കണം 9 കൂട്ടണം 9 = 90. 10 ഗുണിക്കണം 9 കൂട്ടണം 10 = 100. ഇവിടെ എന്താണ് സംഖ്യാബന്ധം? ഈ 1നെ 9 കൊണ്ട് ഗുണിക്കുന്നു അല്ലേ? എന്നിട്ട് 1 കൊണ്ട് കൂട്ടുന്നു. അതായത് 1നെ 10 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണല്ലേ? അതായത് ഫസ്റ്റിൽ ഈ 10ൽ നിന്ന് 1 കുറച്ചാണ് 9. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും ഈ 1 തന്നെ കൂട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും എന്താണ്? 1നെ 10 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് 10 കിട്ടുന്നത്. ഇനി ഇവിടെ 2നെ 9 കൊണ്ട് ഗുണിക്കുന്നു. എന്നിട്ട് 2 വീണ്ടും കൂട്ടുന്നു അല്ലേ? അതായത് എന്താണ് ശരിക്കും ഇത്? 2നെ 2 ഗുണിക്കണം 10ന് തുല്യമാണ്. 2നെ ആദ്യം 9 കൊണ്ട് ഗുണിച്ചിട്ട് വീണ്ടും 2 കൂട്ടുന്നുണ്ട്. അപ്പോൾ 2 ഗുണിക്കണം 10 തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് 20 കിട്ടി. ഇനി ഇതേ സംഖ്യാ പാറ്റേൺ ഉപയോഗിച്ച് താഴെ തന്നിരിക്കുന്നതിൻ്റെ ഉത്തരം കണക്കാക്കുക. ഇവിടെ എന്താണ്? 15 ഗുണിക്കണം 9 കൂട്ടണം 15. അതായത് 15ന് 9 കൊണ്ട് ഗുണിച്ചു. എന്നിട്ട് 15 വീണ്ടും കൂട്ടി. അതായത് 15 ഗുണിക്കണം 10ന് തുല്യമാണ് അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? 150 ആയിരിക്കും ഉത്തരം കിട്ടുക. ഇനി 43 ഗുണിക്കണം 9 കൂട്ടണം 43 എത്രയായിരിക്കും? 43നെ 10 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. ആദ്യം 9 കൊണ്ട് ഗുണിച്ചിട്ട് പിന്നെ വീണ്ടും 43 കൂട്ടുന്നുണ്ട് അല്ലേ? അതായത് 43നെ 10 തവണ തന്നെ കൂട്ടുന്നുണ്ട്. 43ന് 9 തവണയാണ് ഇവിടെ കൂട്ടുന്നത്. വീണ്ടും ഒരു തവണ കൂടി കൂട്ടുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? 43നെ 10 തവണ കൂട്ടുന്നു. അതായത് 43 ഗുണിക്കണം 10 ആണ്. എത്രയായിരിക്കും ആൻസർ? 430 ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് 78 ഗുണിക്കണം 9 കൂട്ടണം 79. അതായത് 78 ഗുണിക്കണം 10ന് തുല്യമാണല്ലേ ഇത്? അപ്പോൾ എത്രയായിരിക്കും? 780 ആയിരിക്കും. ഇനി എന്താണ്? നമുക്കൊരു സംഖ്യ എഴുതാം അല്ലേ? 52 ഗുണിക്കണം 9 കൂട്ടണം 52 = എത്രയായിരിക്കും? 52നെ 10 കൊണ്ട് ഗുണിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ എത്രയായിരിക്കും? 520 ആയിരിക്കും കിട്ടുക അല്ലേ? ഓക്കെ.
നെക്സ്റ്റ് പൂരിപ്പിക്കൂ ബന്ധം കണ്ടുപിടിക്കൂ. ഇത് 8ൻ്റെ ഗുണനപ്പട്ടികയാണ്, ഇത് 6ൻ്റെ ഗുണനപ്പട്ടികയാണ്. ഇനി ഇത് 14ൻ്റെ ഗുണനപ്പട്ടികയാണ്. ഇനി നോക്കുക, ഇവിടെ 1 ഗുണിക്കണം 8 8 അല്ലേ, 1 ഗുണിക്കണം 6 6 അപ്പോൾ ഈ 8 കൂട്ടണം 6 എന്ത് 1 ഗുണിക്കണം 14 14 കിട്ടുന്നത്. 8 കൂട്ടണം 6 14 ഇനി 2നെ നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. 2 ഗുണിക്കണം 8 16 2 ഗുണിക്കണം 6 12 16 കൂട്ടണം 12 എത്ര 2 ഗുണിക്കണം 14 28. ഓക്കെ, എല്ലാ നമ്പേഴ്സും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനി ഇവിടെ നോക്കുക, 1 ഗുണിക്കണം 9 9 ഇത് കൂട്ടണം 5, 1 ഗുണിക്കണം 5 5 എത്ര 1 ഗുണിക്കണം 14 9 കൂട്ടണം 5 14 14. ഇനി 2നെ നോക്കിക്കഴിഞ്ഞാൽ 18 കൂട്ടണം 10 എത്ര 28, 2 ഗുണിക്കണം 14 28. അപ്പം എല്ലാ നമ്പറും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള ബന്ധം. ഓക്കെ, നെക്സ്റ്റ് ബില്ല് പൂരിപ്പിക്കാം. ഓരോ സാധനങ്ങളുടെ വില ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെൻസിൽ കട്ടറിന് 1 രൂപയാണ്, റബ്ബർ കട്ടർ 2 രൂപ, പെൻസിലിന് 3 രൂപ, സ്കെയിലിന് 12 രൂപ, നോട്ട്ബുക്കിന് 15 രൂപ, പേന 6 രൂപ, ബ്രഷ് 7 രൂപ, ബോക്സ് 25 രൂപ, കത്രിക 30 രൂപ. അപ്പോൾ ഇവിടെ താഴെ ഓരോ ബില്ല്, ഓരോ ക്ലാസ്സിലെ കുട്ടികളുടെയും ബില്ലാണിത്. അത് നിങ്ങൾ വിട്ട ഭാഗത്ത് പൂരിപ്പിക്കുക. ബോക്സ് 2 വാങ്ങിയത്, ഒരു ബോക്സിന് 25 രൂപയാണ്. അപ്പോൾ 2 ഗുണിക്കണം 25 50. സ്കെയിൽ 4 വാങ്ങി, ഒരു സ്കെയിലിന് 12 രൂപയാണ്. അപ്പോൾ 4 ഗുണിക്കണം 12 എത്രയാണ് 48 രൂപ. ഇനി ടോട്ടൽ എത്രയാണ് 50 കൂട്ടണം 48 98 രൂപ. ഇനി ബില്ല് 2 നോക്കുക. ഇവിടെ പെൻസിൽ വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ എണ്ണം കൊടുത്തില്ല. ആകെ 35 രൂപയാണ് ഈ ബില്ലിൽ ടോട്ടൽ ആയത്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള കോളംസ് ഫില്ല് ചെയ്യുക. എങ്ങനെയാണ്, പെൻസിലിന് വില 3 രൂപയാണല്ലേ, അപ്പോൾ എണ്ണം എത്ര കൊടുക്കാം, ടോട്ടൽ 35 രൂപ കിട്ടണം. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എഴുതാം, എണ്ണം 7 പെൻസിൽ വാങ്ങാം അല്ലേ. അപ്പം 7 ഗുണിക്കണം 3 21 കിട്ടി. ഇനി ബ്രഷ് 2 വാങ്ങി, അപ്പോൾ 2 ഗുണിക്കണം 7 14 കിട്ടി. അപ്പോൾ 21 കൂട്ടണം 14 35 രൂപ കിട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി ബില്ല് 3 നോട്ട്ബുക്ക് എത്ര എണ്ണമാണ് 4 വാങ്ങാം. അപ്പോൾ 15 രൂപ. 4 ഗുണിക്കണം 15 60 രൂപയായി. പെൻസിൽ 10 വാങ്ങാം. 10 ഗുണിക്കണം 3 എത്രയാകും 30 രൂപയായി. 60 കൂട്ടണം 30 90 കിട്ടിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് ബില്ല് 4 എന്താണ് സ്കെയിൽ ടോട്ടൽ 100 രൂപയാണ് ആകുന്നത് അല്ലേ. അപ്പോൾ സ്കെയിൽ എത്ര എണ്ണം വാങ്ങാം 5 വാങ്ങാം. 12 രൂപയാണ് ഒന്നിന് വില. അപ്പോൾ 5 ഗുണിക്കണം 12 60 ഇനി പേന 5 5 ഗുണിക്കണം 6 30, റബ്ബർ കട്ട 5 5 ഗുണിക്കണം 2 10, 60 കൂട്ടണം 30 കൂട്ടണം 10 100 രൂപ കിട്ടിയല്ലേ. ഓക്കെ, നെക്സ്റ്റ് പസിൽ കോർണർ. ആദിയുടെ സമ്പാദ്യപ്പെട്ടി. ആദിയുടെ ജന്മദിനത്തിൽ മുത്തശ്ശി സമ്പാദ്യപ്പെട്ടിയിലേക്ക് 1 രൂപയാണ് കൊടുത്തത്. ആദ്യ ദിവസം കിട്ടിയ രൂപയുടെ ഇരട്ടിയാണ് 2ാം ദിവസം കിട്ടിയത്. 2ാം ദിവസം കിട്ടിയ രൂപയുടെ ഇരട്ടിയാണ് 3ാം ദിവസം കിട്ടിയത്. ഇങ്ങനെ തുടർന്നാൽ 7 ദിവസം കഴിയുമ്പോൾ സമ്പാദ്യപ്പെട്ടിയിൽ എത്ര രൂപയുണ്ടാകും. അപ്പോൾ ഫസ്റ്റിൽ ആദ്യത്തെ ദിവസം മുത്തശ്ശി കൊടുത്തത് 1 രൂപയാണല്ലേ. അപ്പോൾ 2ാമത്തെ ദിവസം ഇതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ എത്രയാണ് 1ൻ്റെ ഇരട്ടി 2 ആണല്ലേ. 3ാമത്തെ ദിവസം 2ൻ്റെ ഇരട്ടി 4 ആയി. 4ാമത്തെ ദിവസം 8 ആയി. 5ാമത്തെ ദിവസം എത്രയാണ് 8ൻ്റെ ഇരട്ടി 16 അല്ലേ. ഇനി 6ാമത്തെ ദിവസം എത്രയാണ് 32. 7ാമത്തെ ദിവസം 64 രൂപയാണ് കൊടുത്തത് അല്ലേ. ഇനി സമ്പാദ്യപ്പെട്ടിയിൽ ആകെ എത്ര രൂപയാണ് ഉണ്ടാവുക 64 അല്ല, ഇതൊക്കെ കൂട്ടണം അല്ലേ. 1 കൂട്ടണം 2 കൂട്ടണം 4 കൂട്ടണം 8 കൂട്ടണം 16 കൂട്ടണം 32 കൂട്ടണം 64 127 കൂട്ടിയാൽ കിട്ടുക. അപ്പം സമ്പാദ്യപ്പെട്ടിയിൽ ആകെ എത്ര രൂപ ഉണ്ടാകും 127 രൂപ ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് പെൻസിൽ പെട്ടി. മിൻഹ 5 പെൻസിൽ വീതം ഒരു പാക്കറ്റിലാക്കി. ഇത്തരം 4 പാക്കറ്റ് ഒരു പെട്ടിയിലാക്കി. നന്മ സ്റ്റോറിൽ 6 പെട്ടിയും മേന്മ സ്റ്റോറിൽ 4 പെട്ടിയും കൊടുത്തു. ആകെ എത്ര പെൻസിലാണ് കൊടുത്തത്. ഒരു പെൻസിലിന് 5 രൂപയാണ് വില. മിൻഹയ്ക്ക് എത്ര രൂപ കിട്ടി. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ബോക്സ് ഒക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. മുകളിലുള്ള ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ഓക്കെ, ഫസ്റ്റ് ചോദ്യം എന്താണ്, ഒരു പാക്കറ്റിലുള്ള പെൻസിൽ എത്രയാണ്. അപ്പോൾ എത്രയാണ് ഇവിടെ മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. മിൻഹ 5 പെൻസിൽ വീതം ഒരു പാക്കറ്റിലാക്കി അല്ലേ. അപ്പോൾ ഒരു പാക്കറ്റിലുള്ള പെൻസിൽ എത്രയാണ് 5 എണ്ണം അല്ലേ 5. ഇനി ഒരു പെട്ടിയിലുള്ള പെൻസിൽ എത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇത്തരം 4 പാക്കറ്റാണ് ഒരു പെട്ടിയിലാക്കിയത്. 4 പാക്കറ്റാണ് ഒരു പെട്ടിയിലാക്കിയത്. നമ്മൾക്ക് പെട്ടിയിലുള്ള പെൻസിലിൻ്റെ എണ്ണമാണ് വേണ്ടത്. അപ്പോൾ 4 പാക്കറ്റ് ഒരു പെട്ടിയിലുണ്ട്. ഒരു പാക്കറ്റിൽ എത്ര എണ്ണം ഉണ്ട് നമ്മൾ മുകളിൽ കണ്ടുപിടിച്ചല്ലേ 5 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 4 ഗുണിക്കണം 5 സമം എത്രയാണ് 20 എണ്ണം ഉണ്ട് അല്ലേ. ഒരു പെട്ടിയിൽ 20 പെൻസിലുണ്ട്. ഇനി നന്മ സ്റ്റോറിൽ കൊടുത്ത പെൻസിൽ എത്ര എണ്ണമാണ്. നന്മ സ്റ്റോറിൽ 6 പെട്ടിയാണ് കൊടുത്തത് അല്ലേ. അപ്പം 6 പെട്ടിയാണ് നന്മ സ്റ്റോറിൽ കൊടുത്തത്. ഒരു പെട്ടിയിൽ എത്ര എണ്ണം ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ച് 20 എണ്ണം ഉണ്ട് അല്ലേ ഒരു പെട്ടിയിൽ. അപ്പോൾ 6 ഗുണിക്കണം 20 120. ഇനി മേന്മ സ്റ്റോറിൽ കൊടുത്ത പെൻസിൽ എത്രയായിരിക്കും. മേന്മ സ്റ്റോറിൽ എത്ര പെട്ടിയാണ് കൊടുത്തത് 4 പെട്ടിയാണ് കൊടുത്തത് അല്ലേ. അപ്പം 4 ഗുണിക്കണം ഒരു പെട്ടിയിൽ 20 എണ്ണം ഉള്ളത്. 4 ഗുണിക്കണം 20 80. ഇനി മിൻഹക്ക് കിട്ടിയ രൂപ എങ്ങനെ കാണാം. ഈ 120 എണ്ണം നന്മ സ്റ്റോറിൽ കൊടുത്ത 120 എണ്ണം മേന്മ സ്റ്റോറിൽ കൊടുത്ത 80 കൂടി കൂട്ടുക. 120 കൂട്ടണം 80 എത്രയായിരിക്കും 200 ആണല്ലേ. അപ്പം 200 പെൻസിലാണ് കൊടുത്തത്. 200 രൂപയല്ല. ഒരു പെൻസിലിന് എത്രയാണ് വില 5 രൂപയാണ് വില. അപ്പോൾ 200 ഗുണിക്കണം 5 എത്രയാണ് 1000 രൂപയാണ് മിൻഹക്ക് കിട്ടിയത്. ഓക്കെ,
നെക്സ്റ്റ് പസിൽ കോർണർ. മിൻഹയുടെ രണ്ട് കയ്യിലും പെൻസിലുണ്ട്. ഇടത് കയ്യിൽ നിന്നും ഒരു പെൻസിൽ എടുത്ത് വലത് കയ്യിൽ വെച്ചപ്പോൾ അതിലെ എണ്ണം ഇടത് കയ്യിലെ എണ്ണത്തിൻ്റെ ഇരട്ടിയായി. വലത് കയ്യിലെ ഒരു പെൻസിൽ എടുത്ത് ഇടത് കയ്യിൽ വെച്ചപ്പോൾ രണ്ട് കൈകളിലെയും പെൻസിലിൻ്റെ എണ്ണം തുല്യം. മിൻഹയുടെ ഓരോ കയ്യിലും എത്ര പെൻസിലുണ്ട്? അപ്പോൾ നിങ്ങളിത് കണ്ടെത്തുക. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇടത് കയ്യിൽ 5ഉം വലത് കയ്യിൽ 7ഉമാണ്. നമുക്ക് ശരിയാണോ എന്ന് നോക്കാം. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇടത് കയ്യിൽ നിന്നും ഒരു പെൻസിൽ എടുത്ത് വലത് കയ്യിൽ വെച്ചപ്പോൾ അതിലെ എണ്ണം ഇടത് കയ്യിലെ എണ്ണത്തിൻ്റെ ഇരട്ടിയായി അല്ലേ. അപ്പോൾ ഇവിടെ ഇടത് കയ്യിൽ 5ആണുള്ളത്. 5ൽ നിന്ന് 1 എടുത്തു, അപ്പോൾ ഇവിടെ 4ആയി. എന്നിട്ട് എവിടെ കിട്ടി? അപ്പോൾ ഇവിടെ കൊടുത്തു, വലത് കയ്യിൽ വെച്ചു അല്ലേ. അപ്പോൾ ഇവിടെ 8ആയി. 4ൻ്റെ ഇരട്ടിയാണല്ലോ 8. അപ്പോൾ ഇത് ശരിയാണ്. ഇനി അടുത്ത കണ്ടീഷൻ നോക്കാം. വലത് കയ്യിലെ ഒരു പെൻസിൽ എടുത്ത് ഇടത് കയ്യിൽ വെച്ചപ്പോഴോ രണ്ട് കൈകളിലെയും പെൻസിലിൻ്റെ എണ്ണം തുല്യമാണ് അല്ലേ. അപ്പോൾ വലത് കയ്യിൽ ആദ്യം എത്രയാണുള്ളത്? 7ആണുള്ളത്. ഈ 7ൽ നിന്ന് 1 എടുത്ത് ഇവിടെ കൊടുത്തു. അപ്പോൾ ഇവിടെ എത്രയായി? ഇവിടെ 6ആയി. ഇവിടെയും 6ആയി അല്ലേ. തുല്യമായല്ലോ. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇടത് കയ്യിൽ 5 എണ്ണവും വലത് കയ്യിൽ 7 എണ്ണവുമാണ് ഉള്ളത്. ഓക്കെ. നെക്സ്റ്റ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി. അയനിമല സ്കൂളിൽ ഭക്ഷണം പാകം ചെയ്യുന്നത് ശ്യാമള ചേച്ചിയാണ്. ഒരു ദിവസം 600 രൂപയാണ് കൂലി. ജൂൺ മാസം 20 ദിവസം ഭക്ഷണം പാകം ചെയ്തു. എത്ര രൂപ കൂലി കിട്ടി? ജൂലൈ മാസം 22 ദിവസം ജോലി ചെയ്തു. എത്ര രൂപ കിട്ടി? അപ്പോൾ ഫസ്റ്റിൽ നമ്മൾക്ക് ജൂൺ മാസം കിട്ടിയ കൂലി കാണാം. ജൂൺ മാസം എത്ര ദിവസമാണ് ജോലി ചെയ്തത്? 20 ദിവസം അല്ലേ. അപ്പോൾ 20 ഗുണിക്കണം ഒരു ദിവസത്തെ കൂലി എത്രയാണ്? 600 രൂപ അല്ലേ. അപ്പോൾ 20 ഗുണിക്കണം 600 എങ്ങനെ കാണാം? 2 ഗുണിക്കണം 6 ആദ്യം കാണുക. 12ആണ്. 12 ഇവിടെ എഴുതുക. ഇനി ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ 2 0 ഉണ്ട്. അപ്പോൾ ടോട്ടല് 3 0 ഇട്ട് കൊടുക്കുക. 12,000 രൂപ. ഇനി ജൂലൈ മാസം എത്ര ദിവസമാണ് ജോലി ചെയ്തത്? 22 ദിവസം അല്ലേ. അപ്പം ഒരു ദിവസത്തെ കൂലി 600 ആണ്. 22 ഗുണിക്കണം 600 എങ്ങനെ കാണാം? ഫസ്റ്റിൽ 22 ഗുണിക്കണം 6 കാണുക. 22 ഗുണിക്കണം 6 എത്രയാണ്? 6 2 12 ആണ്. ബാക്കി 1. 2 ഗുണിക്കണം 6 എത്രയാണ്? 12 1 13 അല്ലേ. 132. 132 ഇവിടെ എഴുതുക. ഇനി ഇവിടെ ഈ 600-ന് 2 0 കൂടി ഉണ്ട് അല്ലേ. അതുകൂടി ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയാണ് രൂപ? 13,200 രൂപയാണ് ജൂലൈ മാസത്തെ കൂലി. ജൂൺ മാസത്തെ കൂലി 12,000 രൂപയും ജൂലൈ മാസത്തെ കൂലി 13,200 രൂപയും. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾ 100, 200, 300 എന്നിവ കൊണ്ട് എളുപ്പത്തിൽ എങ്ങനെ ഗുണിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്കുക. 1 ഗുണിക്കണം 100 എങ്ങനെയാണ് കണ്ടത്? 1നെ 1 കൊണ്ട് ഗുണിച്ചു അല്ലേ. അതായത് 0 ഒഴിവാക്കിയിട്ട് ഗുണിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോൾ 1ആണ് ഉത്തരം കിട്ടുക. 1 ഗുണിക്കണം 1. അതിൻ്റെ കൂടെ എന്ത് ചെയ്തു? ഈ 2 0 100ൻ്റെ 2 0 ആഡ് ചെയ്തു അല്ലേ. ഇനി 200 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ ഫസ്റ്റത്തെ 2 നമ്പർ മാത്രം ഗുണിക്കുന്നു. 1 ഗുണിക്കണം 2 മാത്രം കാണുന്നു. 2 കിട്ടി. അതിൻ്റെ കൂടെ 2 0 ഇട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ 300 കൊണ്ട് ഗുണിക്കുമ്പോഴും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? 1 ഗുണിക്കണം 3 കണ്ടിട്ട് അതിൻ്റെ കൂടെ 2 0 ഇട്ട് കൊടുത്തു അല്ലേ. ഓക്കെ. ഇത് നെക്സ്റ്റ് പഠനയാത്ര. 4ാം ക്ലാസ്സിലെ 40 കുട്ടികളും 3 അധ്യാപകരും 2 രക്ഷിതാക്കളും ഗെയിം സിറ്റി കാണാൻ പോയി. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് ടിക്കറ്റിൻ്റെ വില. ആകെ എത്ര രൂപ കൊടുക്കണം? അപ്പോൾ എത്രയായിരിക്കും? കുട്ടികൾ എത്ര പേരാണ് പോയത്? 40 കുട്ടികൾ അല്ലേ. അപ്പം ഒരു കുട്ടിക്ക് എത്രയാണ്? 50 രൂപയാണ്. അപ്പോൾ 40 ഗുണിക്കണം 50 സമം എത്രയാണ്? 4നെ 5 കൊണ്ട് ഗുണിക്കുക. 20 കിട്ടി. ഇനി ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പോൾ 2 0 കൂടി ഇട്ട് കൊടുക്കുക. 2,000 രൂപ. ഇനി മുതിർന്നവർ എത്ര പേരാണ് പോയത്? 3 അധ്യാപകരും 2 രക്ഷിതാക്കളും അല്ലേ. അപ്പം മൊത്തം 5 പേര്. അപ്പം 5 പേർക്ക് ഒരാൾക്ക് എത്രയാണ്? 100 രൂപയാണ് മുതിർന്നവർക്ക്. അപ്പം 5 ഗുണിക്കണം 100 സമം എത്രയാണ്? 500 അല്ലേ. അപ്പോൾ ടോട്ടൽ എത്രയാകും? 2,000 കൂട്ടണം 500 2,500. അപ്പോൾ ആകെ എത്ര രൂപ കൊടുക്കണം? 2,500 രൂപ കൊടുക്കണം. ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ നമ്പറൊക്കെ ഗുണിച്ച് നോക്കിയാൽ എല്ലാം 96ആണ് ആൻസർ കിട്ടുന്നത്. ഗുണനഫലത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടല്ലേ? എല്ലാം സെയിം ആണ്. ഒരേ ഉത്തരമാണ് ലഭിക്കുന്നത് അല്ലേ. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇത് ലഭിക്കുന്നത്? ഇവിടെ 1നെ 96 കൊണ്ട് ഗുണിച്ച് 96 ആൻസർ കിട്ടി. ഇനി നെക്സ്റ്റ് 2നെ 48 കൊണ്ടാണ് ഗുണിക്കുന്നത്. അപ്പോഴും 96ആണ് കിട്ടിയത്. കാരണം എന്താണ്? 1ൻ്റെ ഇരട്ടിയാണ് 2. അപ്പം 1നെ ഫസ്റ്റ് നമ്പറിനെ ഇരട്ടിയാക്കി. അപ്പോൾ സെക്കൻഡ് നമ്പർ 96നെ അതിൻ്റെ പകുതി 48 ആക്കി. അപ്പോൾ ആദ്യത്തെ സംഖ്യ ഇരട്ടിയാക്കി, രണ്ടാമത്തെ സംഖ്യയെ പകുതിയാക്കി. അപ്പോൾ ഗുണനഫലം എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി മൂന്നാമത്തെ നമ്പറും അങ്ങനെ തന്നെയാണ്. 2ൻ്റെ ഇരട്ടി 4ആണ്. 48ൻ്റെ പകുതിയാണ് 24. അപ്പം ആൻസർ 96 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്പർ കുറക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്പർ കൂട്ടുന്ന സമയത്ത് സെക്കൻഡ് നമ്പർ കുറക്കുന്നു അല്ലേ. അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് മതിൽ നിർമ്മാണം. മതിൽ കെട്ടാൻ മൈതാനത്ത് കല്ല് അടുക്കി വെച്ച് നോക്കൂ. ഒരു വരിയിൽ 5 കല്ല് വീതം 3 വരിയാണുള്ളത്. ഇതുപോലെ 4 അടുക്ക് കല്ലുണ്ട്. ആകെ എത്ര കല്ലുണ്ട്? അപ്പോൾ ഒരു വരിയിൽ 5 കല്ല് വീതം അല്ലേ. 3 വരി. അപ്പോൾ 3 ഗുണിക്കണം 5 സമം എത്രയാണ്? 15. ഇനി ഇതുപോലെയുള്ള 4 അടുക്കുണ്ട് അല്ലേ. അപ്പോൾ ഈ 15നെ 4 കൊണ്ട് ഗുണിക്കുക. എത്രയാണ്? 15നെ 4 കൊണ്ട് ഗുണിക്കാൻ ആദ്യം 10നെ 4 കൊണ്ട് ഗുണിക്കുക. 10 ഗുണിക്കണം 4 40 ആണ്.
പിന്നെ എന്ത് ചെയ്യുക, ഈ 5 ഗുണിക്കണം 4 എത്രയാണ് 20 അല്ലേ. അപ്പോൾ 40 കൂട്ടണം 20 60 ആൻസർ. എത്ര കല്ലാണ്? 60 കല്ല്. ഓക്കെ. നെക്സ്റ്റ് അക്കങ്ങളുടെ ഗുണനഫലം. 123 എന്ന സംഖ്യയിലെ അക്കങ്ങൾ ഗുണിച്ച് നോക്കുക. എത്രയാണ്? 6 കിട്ടുന്നത്. 121 എന്ന സംഖ്യയിലെ അക്കങ്ങൾ ഗുണിച്ചാൽ 1 ഗുണിക്കണം 2 ഗുണിക്കണം 1 2 തന്നെയാണ് കിട്ടുന്നത് അല്ലേ. ഈ രീതിയിൽ അക്കങ്ങളുടെ ഗുണനഫലം 2, 3, 5, 7 എന്നിവ വരുന്ന മൂന്നക്ക സംഖ്യകൾ എഴുതാനാണ്. അപ്പോൾ 2 വരുന്ന മൂന്നക്ക സംഖ്യ ഏതെഴുതാം? ഗുണനഫലം 2 കിട്ടുന്നത് 112. 1 ഗുണിക്കണം 1 ഗുണിക്കണം 2 2 കിട്ടുന്നത് അല്ലേ. ഇനി 3 കിട്ടേണ്ടത്. അപ്പോൾ 113 എഴുതാം അല്ലേ. 115 എഴുതിയാൽ എത്രയായി? 5 ഗുണനഫലം കിട്ടിയല്ലേ. 117 7 കിട്ടി. ഇനി എന്താണ്? ഇങ്ങനെയും എഴുതാം. 121 ഗുണനഫലം 2 കിട്ടുന്നത് അല്ലേ. 131 3 കിട്ടുന്നുണ്ട്. 151 5 171 7. ഇനി വേറെ രീതിയിലും എങ്ങനെ എഴുതാം? 211 2 കിട്ടുന്നുണ്ട്. 311 511 711. ഓക്കെ. നെക്സ്റ്റ് ബാങ്കിലേക്ക് മിത്രയുടെ അമ്മ പണം എടുക്കാൻ ബാങ്കിലെത്തി. 50 രൂപയുടെ 3 കെട്ട് നോട്ടാണ് കിട്ടിയത്. ഓരോ കെട്ടിലും 100 നോട്ട് വീതമുണ്ട്. ആകെ എത്ര രൂപ? അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റിൽ ഒരു കെട്ട് നോട്ടിൽ എത്ര രൂപയുണ്ടെന്ന് നോക്കാം. ഒരു കെട്ട് എന്നാൽ ഒരു കെട്ടിൽ എത്ര നോട്ടാണുള്ളത്? 100 നോട്ടാണുള്ളത് അല്ലേ. അപ്പം 100 നോട്ട് 50 രൂപയുടെ ഒരു കെട്ടാണ് അല്ലേ. അപ്പം 100 ഗുണിക്കണം 50 സമം എത്രയാണ്? 1നെ 5 കൊണ്ട് ഗുണിക്കുക 5. ഇവിടെയുള്ള 2 പൂജ്യവും ഇവിടെയുള്ള 1 പൂജ്യവും എത്ര? 3 പൂജ്യം ഇവിടെ കൊടുക്കുക. അപ്പോൾ 5000 രൂപയാണ്. ഒരു കെട്ടിൽ 5000 രൂപയാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള എത്ര കെട്ടുണ്ട്? 3 കെട്ടുണ്ട് അല്ലേ. അപ്പം 3 ഗുണിക്കണം ഒരു കെട്ടിൽ 5000 രൂപയാണല്ലോ. അപ്പോൾ 3 ഗുണിക്കണം 5000 കണ്ടാൽ മതി. അപ്പോൾ എത്രയാണ്? 3 ഗുണിക്കണം 5 15 ഇവിടെയുള്ള 3 പൂജ്യവും ഇവിടെ കൊടുക്കുക. 15000 രൂപയാണ് ആകെ കിട്ടിയത്. ഓക്കെ. നെക്സ്റ്റ് ഗണിത മാഗസിൻ. ഗണിത മാഗസിനിലേക്ക് ശ്രവ്യ തയ്യാറാക്കിയ സംഖ്യാപട്ടിക നോക്കൂ. ഇവയുടെ പ്രത്യേകത എന്താണ് നോക്കാം. ഇവിടെ ആദ്യത്തെ ഒരു ഒറ്റ സംഖ്യ അല്ലേ. അപ്പോൾ 1 ഗുണിക്കണം 1 1 തന്നെ ഉത്തരം കിട്ടി. ഇനി എന്താണ്? ആദ്യത്തെ 2 ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടുകയാണ്. അപ്പം ഈ എണ്ണം 2 എണ്ണമാണ് കൂട്ടുന്നത് അല്ലേ. അപ്പോൾ 2 ഗുണിക്കണം 2 4 എന്ന് ഉത്തരം കിട്ടി. പിന്നെ ആദ്യത്തെ 3 എണ്ണം ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നു അല്ലേ. അപ്പം ഈ എണ്ണം 3 3നെ 3 കൊണ്ട് തന്നെ എണ്ണത്തിനെ കൊണ്ട് തന്നെ ഗുണിക്കുന്നു. 9 ഉത്തരം കിട്ടി. ഇനി ആദ്യത്തെ 4 എണ്ണം ഒറ്റ സംഖ്യകൾ കൂട്ടുന്നു. അപ്പോൾ 4 ഗുണിക്കണം 4 16. ഇനി ഇവിടെ എന്തായിരിക്കും വേണ്ടത്? ആദ്യത്തെ 5 എണ്ണം ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടുക. അപ്പോൾ 5 ഗുണിക്കണം 5. ആദ്യത്തെ 6 എണ്ണം ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 6 ഗുണിക്കണം 6. ആദ്യത്തെ 7 ഒറ്റ സംഖ്യകൾ 7 ഗുണിക്കണം 7 49. ആദ്യത്തെ 8 ഒറ്റ സംഖ്യകൾ 8 ഗുണിക്കണം 8 64. ഓക്കെ. ഇനി ഇവിടെ എങ്ങനെയാണ് കാണേണ്ടത്? ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകൾ തമ്മിലാണ് കൂട്ടുന്നത്? 19 വരെയാണ്. 19 ഒറ്റ സംഖ്യകളല്ല. 19 വരെ എത്ര ഒറ്റ സംഖ്യകളാണുള്ളത്? 10 ഒറ്റ സംഖ്യകളാണുള്ളത്. അപ്പോൾ 10 ഗുണിക്കണം 10 100 കിട്ടുക. ഇനി ഇവിടെ ആദ്യത്തെ 99 വരെയുള്ള ഒറ്റ സംഖ്യകളാണ് കൂട്ടുന്നത്. അപ്പോൾ 99 വരെ ആകുമ്പോൾ എത്രയാണ്? 50 ഒറ്റ സംഖ്യകളാണുള്ളത്. 99 എണ്ണമല്ല, 99 വരെയുള്ള സംഖ്യകളിൽ വരുമ്പോൾ 50 ഒറ്റ സംഖ്യകളാണുള്ളത്. അപ്പോൾ 50 ഗുണിക്കണം 50 എത്രയാണ്? 2500 കിട്ടുക. ഇനി ഇവിടെ ആദ്യത്തെ ഒരു ഇരട്ട സംഖ്യ 1 ഗുണിക്കണം 2 2. ഇനി ആദ്യത്തെ 2 ഇരട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടി 2 ഗുണിക്കണം 2ഉം അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ 3 തമ്മിൽ ഗുണിച്ച് 6 കിട്ടി. ഇനി ആദ്യത്തെ 3 ഇരട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടി 3 ഗുണിക്കണം 4. ആദ്യത്തെ 4 ഇരട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടി 4ഉം ഈ എണ്ണം 4ഉം അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ 5 തമ്മിൽ ഗുണിച്ചു. ഇനി എന്തായിരിക്കും? ആദ്യത്തെ 5 ഇരട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടുക. പിന്നെന്താണ്? അപ്പം 5 എണ്ണമാണല്ലോ. 5 ഗുണിക്കണം 6 എത്രയാണ്? 30 കിട്ടുക. ഇനി ആദ്യത്തെ 6 ഇരട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 6 ഗുണിക്കണം 7 സമം എത്രയാണ്? 42. ആദ്യത്തെ 7 ഇരട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 7 ഗുണിക്കണം 8 56. ആദ്യത്തെ 8 ഇരട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 8 ഗുണിക്കണം 9 72. ഇനി ഇവിടെ എന്തായിരിക്കും? ആദ്യത്തെ 20 വരെയുള്ള ഇരട്ട സംഖ്യകൾ, അതായത് 20 എണ്ണമല്ല, 20 വരെ 10 ഇരട്ട സംഖ്യയാണുള്ളത്. അപ്പോൾ 10 ഗുണിക്കണം 11 110. പിന്നെ നെക്സ്റ്റ് ആദ്യത്തെ 100 വരെയുള്ള ഇരട്ട സംഖ്യകളാണ് കൂട്ടുന്നത്. അപ്പോൾ 100 എണ്ണമല്ല, 100 വരെ 50 ഇരട്ട സംഖ്യകളാണുള്ളത്. അപ്പോൾ 50 ഗുണിക്കണം 51 2550. ഓക്കെ. നെക്സ്റ്റ് റിവ്യൂ ആക്ടിവിറ്റീസ് ആണ്. അയനിമല സ്കൂളിന് ചുറ്റുമതിൽ കെട്ടുകയാണ്. 3 കൽപ്പണിക്കാരും 2 സഹായികളും ചേർന്ന് 8 ദിവസം കൊണ്ട് മതിൽ കെട്ടി. കൽപ്പണിക്കാരന് ഒരു ദിവസത്തെ കൂലി 1000 രൂപയും സഹായിക്ക് 800 രൂപയുമാണ്. മതിൽ കെട്ടാൻ ആകെ എത്ര രൂപയാണ് കൂലി കൊടുത്തത്? അപ്പോൾ ആകെ കൊടുത്ത കൂലിയാണ് കാണേണ്ടത്. കൽപ്പണിക്കാർ എത്ര പേരാണുള്ളത്? 3 പേരാണുള്ളത് അല്ലേ. അപ്പോൾ 3 പേരാണുള്ളത്. ഒരാളുടെ ഒരു ദിവസത്തെ കൂലി എത്രയാണ്? 1000 രൂപയാണ്. അപ്പം ഒരാളുടെ 3 കൽപ്പണിക്കാർ ഉണ്ടല്ലേ. അപ്പോൾ ഒരു ദിവസം എത്ര രൂപയാകും? 3 പേർക്കും കൂടിയിട്ട് 3 ഗുണിക്കണം 1000 സമം 3000 രൂപയാകും അല്ലേ. കൽപ്പണിക്കാർക്ക് മാത്രം ഒരു ദിവസം 3000 രൂപ കൊടുക്കണം. ഇനി സഹായികൾ എത്ര പേരാണുള്ളത്? 2 പേരുണ്ട്. അപ്പം
ഒരു ദിവസം ഒരാളുടെ കൂലി 800 ആണ്. അപ്പം 2 പേർക്ക് 2 ഗുണിക്കണം 800 1600 രൂപയാകും. അപ്പോൾ ഇത് ടോട്ടലായില്ല. ഒരു ദിവസം കൊടുക്കേണ്ട കൂലിയാണ് എന്ത് 3 കൽപ്പണിക്കാർക്ക് 2 സഹായിക്കും കൂടിയിട്ട് എത്ര കൊടുക്കണം? ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 4600 രൂപ കൊടുക്കണം അല്ലേ? ഒരു ദിവസം കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ 8 ദിവസം ഇവർ പണിയെടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ 8 ദിവസമാണ് ഇവർ ജോലി ചെയ്തത്. അപ്പോൾ 8 ഗുണിക്കണം എന്താണ്? ഒരു ദിവസം എത്രയാണ് ടോട്ടൽ കൊടുക്കേണ്ടത്? 4600. അപ്പോൾ 8 ദിവസത്തേക്ക് 8 ഗുണിക്കണം 4600 എത്രയാണ്? 8നെ 46 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്രയാണ് കിട്ടുക? നിങ്ങൾ ഗുണിച്ച് നോക്കുക. 368 കിട്ടുക. പിന്നെ ഈ 2 പൂജ്യം കൂടി കൊടുക്കേണ്ടതുണ്ട്. അപ്പം എത്രയാണ് ആൻസർ? 36,800 ആണ് ആൻസർ. അപ്പോൾ എത്ര രൂപയാണ് ആകെ കൂലി കൊടുക്കേണ്ടത്? 36,800 രൂപ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6 പേനക്ക് 50 രൂപയാണ് വില. ഇത്തരം 15 പേന വാങ്ങാൻ എത്ര രൂപ വേണം? അപ്പോൾ 6 പേനക്ക് 50 രൂപയാണ്. അപ്പോൾ 15 പേനക്കാണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ 12 പേനക്ക് എത്രയാകും? 6ൻ്റെ ഇരട്ടി 12 പേനക്ക് 50 രൂപയുടെ ഇരട്ടി 100 രൂപയാകും അല്ലേ? ഇനി ബാക്കി 3 പേന കൂടിയാണ് വേണ്ടത്. അതായത് നമ്മൾക്ക് ഇനി 6ൻ്റെ പകുതി കണ്ടാൽ മതിയല്ലോ. 6ൻ്റെ പകുതിയാണല്ലോ 3 എണ്ണം. 6 എണ്ണത്തിന് 50 രൂപ. അപ്പോൾ 3 എണ്ണത്തിന് എത്രയാകും? 25 രൂപ അല്ലേ? അപ്പോൾ ഈ 12ഉം 13ഉം കൂട്ടിയാൽ 15 പേന. 15 പേനയ്ക്ക് എത്ര രൂപയായി? 125 രൂപ. ഓക്കെ. നെക്സ്റ്റ്, സംഖ്യകൾ ഗുണിച്ചെഴുതിയ പോലെ വലതുവശത്തെ ഒഴിഞ്ഞ വട്ടങ്ങളിലെ സംഖ്യകൾ കണ്ടുപിടിച്ച് എഴുതുക. ഇവിടെ നിങ്ങൾ ഈ ബോക്സ് നോക്കുക. 3 ഗുണിക്കണം 2 6 ആണ്. 3 ഗുണിക്കണം 6 18 ആണ്. 5 ഗുണിക്കണം 2 10 ആണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഈ ബോക്സ് ഫില്ല് ചെയ്യുക. ഇവിടെ 6 ആണുള്ളത്. ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ 6 കിട്ടും? 2ഉം 3ഉം ഗുണിച്ചാൽ 6 ആണ് അല്ലേ? നെക്സ്റ്റ് നോക്കുക. 3നോട് എത്ര ഗുണിച്ചാലാണ് 15 കിട്ടുക? 5 ആണ്. അപ്പോൾ ഇവിടെ 5 കൊടുക്കുക. 3നോട് എത്ര ഗുണിച്ചാലാണ് 18? 6 ആണ്. നെക്സ്റ്റ് അടുത്ത സംഖ്യ കാണാൻ വേണ്ടി 2 ബോക്സിലും ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾക്ക് എങ്ങനെ കാണാം? ഇവിടെയുള്ള സംഖ്യ കാണാൻ വേണ്ടി ഇതിൻ്റെ നേരെ നോക്കുക. 99 ഉണ്ട്. ഇനി ഇതിൻ്റെ നേരെ 11 ആണുള്ളത്. 11നോട് എത്ര ഗുണിച്ചാലാണ് 99 ആവുക? 9 ആണ്. അപ്പോൾ ഇവിടെ 9 ആണ് വേണ്ടത്. ഇനി നെക്സ്റ്റ് വരുന്നത് 3 ഗുണിക്കണം 9 അല്ലേ? എത്രയാണ്? 27 ആണ് ഇവിടെ. 27. നെക്സ്റ്റ് ഏതാണ്? ഇതാണ് കാണേണ്ടത് അല്ലേ? 5 ഗുണിക്കണം 11 എത്രയാണ്? 5 ഗുണിക്കണം 11 55 ആണ്. ഇനി നെക്സ്റ്റ് 6 ഗുണിക്കണം 11 66. നെക്സ്റ്റ് എത്രയാണ്? 99 ഇവിടെ ഉണ്ട് അല്ലേ? ഇനി ഈ ബോക്സിൽ കാണാൻ വേണ്ടി എന്ത് ചെയ്യുക? ഇവിടെ 5 ഉണ്ട്. 5ൻ്റെ നേരെ 40 ഉണ്ട്. അപ്പം 5നോട് എത്ര ഗുണിച്ചാലാണ് 40 കിട്ടുക? 8 ഗുണിച്ചാലാണ്. അപ്പോൾ ഇവിടെ എത്രയാണ് വേണ്ടത്? 8 കൊടുക്കുക. 8 ഗുണിക്കണം 5 ആണല്ലോ 40. ഇനി ഇവിടെ എത്ര കൊടുക്കാം? 8 ഗുണിക്കണം 2 എത്രയാണ്? 16 എഴുതുക. ഇനി നെക്സ്റ്റ് എന്താണ്? 40 അവിടെ ഉണ്ട്. അടുത്തത് 8 ഗുണിക്കണം 6 എത്രയാണ്? 48. നെക്സ്റ്റ് 8 ഗുണിക്കണം 9 72. ഇനി നെക്സ്റ്റ് ഇവിടെ 6നോട് എത്ര ഗുണിച്ചാലാണ് 42? 7 ആണ്. അപ്പോൾ ഇവിടെ 7 കൊടുക്കുക. ഇനി ബാക്കിയൊക്കെ 7 വെച്ച് ഗുണിച്ചെഴുതാം. 2 ഗുണിക്കണം 7 14. നെക്സ്റ്റ് എത്രയാണ്? 5 ഗുണിക്കണം 7 35. നെക്സ്റ്റ് 42 ഇവിടെ ഉണ്ട്. ഇനി നെക്സ്റ്റ് 9 ഗുണിക്കണം 7 63. ഓക്കെ. നെക്സ്റ്റ് 1 2 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ 2 അക്ക സംഖ്യകൾ എഴുതൂ. അപ്പോൾ നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാം. 12 13 21 23 31 32 അല്ലേ? നെക്സ്റ്റ് 1 2 3 4 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ 2 അക്ക സംഖ്യകൾ എഴുതൂ. അപ്പോൾ ഈ 4 സംഖ്യകൾ ഉപയോഗിച്ച് വേണം ഇനി എഴുതാൻ വേണ്ടി. അപ്പോൾ കൂടുതൽ സംഖ്യകൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ്? ചെറുതിൽ വലുതിലേക്ക് എഴുതാം. 12 13 14 21 23 24 31 32 34 41 42 43. ഓക്കെ. നെക്സ്റ്റ് ഒരു പ്രവർത്തനമാണ്. ഏതെങ്കിലും ഒരു സംഖ്യ 9 കൊണ്ട് ഗുണിക്കുക. ഗുണനഫലത്തിലെ അക്കങ്ങൾ കൂട്ടുക. കൂട്ടിക്കിട്ടുന്ന സംഖ്യയിൽ ഒന്നിൽ കൂടുതൽ അക്കങ്ങൾ ഉണ്ടെങ്കിൽ അവ വീണ്ടും കൂട്ടുക. ഇങ്ങനെ ഒരക്കം കിട്ടുന്നവരെ കൂട്ടുക. എന്താണ് കിട്ടിയത്? മറ്റ് സംഖ്യകൾ എടുത്ത് 9 കൊണ്ട് ഗുണിച്ച് ഇങ്ങനെ ചെയ്തു നോക്കൂ. അപ്പോൾ എന്താണ്? ഞാനിവിടെ 2നെ 9 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ എനിക്ക് 18 കിട്ടി. ഇനി ഈ 18 ഇതിലെ അക്കങ്ങൾ വീണ്ടും കൂട്ടുക. അപ്പോൾ 1 കൂട്ടണം 8 സമയത്തിലാണ് 9 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് സംഖ്യ എടുത്തിട്ട് 9 കൊണ്ട് ഗുണിച്ചിട്ട് നിങ്ങൾ അതിൽ കിട്ടുന്ന ഉത്തരത്തിലെ അക്കങ്ങൾ വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറായിട്ട് 9 തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. നമുക്ക് വീണ്ടും സംഖ്യകൾ നോക്കാം. ഞാൻ 5നെ 9 കൊണ്ട് ഗുണിക്കുന്നു. 45 ആണ്. ഇനി 45ലെ 4 കൂട്ടണം 5 എത്രയാണ്? 9 ആണ്. ഇനി നെക്സ്റ്റ് വേറൊരു നമ്പർ നോക്കാം. 11 ഗുണിക്കണം 9 സമയത്തിനാണ് 99 ആണ്. 99ലെ 9 കൂട്ടണം 9 എത്രയാണ്? 18 ആണ്. ഇപ്പം നമ്മൾക്ക് 9 കിട്ടുന്നില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? വീണ്ടും ഈ അക്കങ്ങൾ തമ്മിൽ കൂട്ടുക. 1 കൂട്ടണം 8
സമയത്ത് 9 കിട്ടിയല്ലേ. അപ്പോൾ ഇങ്ങനെ ആവർത്തിക്കുക. അപ്പോൾ ഇങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തന്നെ കിട്ടുമെന്നാണ്? 9 തന്നെ കിട്ടും. കൂടുതൽ നമ്പേഴ്സ് എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് ഫോർ വാച്ചിങ്.